اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്കമിൻ്റെ 14-ാമത്തെ ഹിക്മത്താണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അൽ കൗനു കുല്ലുഹു ളുൽമത്തുൻ വ ഇന്നമാ അനാറഹു ളുഹൂറുൽ ഹഖ് ഫീഹി ഫമൻ റഅൽ കൗന വലം യഷ്ഹദുഹു ഫീഹി ഔ ഇൻദഹു ഔ ഖബ്ലഹു ഔ ബഅദഹു ഫഖദ് അഅവസഹു വുജൂദുൽ അൻവാരി വഹുജിബത്ത് അൻഹു ഷുമൂസുൽ മആരിഫി ബിസുഹബിൽ ആസാർ. ഒരു വിശാലമായ വിഷയമാണ് പറയുന്നത്. ഇതിൻ്റെ വല്ലാതെ ആന്തരിക വിഷയങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം ഒക്കെ സാധാരണക്കാരായതുകൊണ്ട് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബാഹ്യമായ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അൽ കൗനു കുല്ലുഹു ളുൽമത്തുൻ, പ്രപഞ്ചം മുഴുവൻ ഇരുട്ടാണ്, തമസ്സാണ്, അന്ധകാരമാണ്. അൽ കൗനു കുല്ലുഹു ളുൽമത്തുൻ, പ്രപഞ്ചം മുഴുവൻ ഇരുട്ടാണ്. വ ഇന്നമാ അനാറഹു, നിശ്ചയം ഈ പ്രപഞ്ചത്തിനെ പ്രകാശിതമാക്കുന്നത് ളുഹൂറുൽ ഹഖ് ഫീഹി, ആ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാകുമ്പോഴാണ്. അതായത് ഈ ലോകം മൊത്തത്തിൽ ഇരുട്ടാണ്. ഇരുട്ട് എന്ന് പറഞ്ഞാൽ അദമ്. ഈ ലോകത്തുള്ള ഏത് വസ്തുവിനും സ്വന്തമായി അസ്തിത്വമില്ല. അള്ളാഹുവിൻ്റെ കുദറത്തും ഇറാദത്തും ഹിക്മത്തും അതിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും എന്തുണ്ടായത്? അസ്തിത്വം ഉണ്ടായത്. ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ സമുദ്രം എന്ന് പറയുന്നത് ഇതിന്റെ തിരമാലകൾ അടിച്ചു വീശുന്നുണ്ട്. ആ തിരമാലകൾക്ക് അല്ലാഹു തആല ചില കുദറത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ തിരമാലകൾ നിശ്ചലമായി പോകുമായിരുന്നു. അപ്പോ തിരമാലകൾക്ക് ചലിക്കാനുള്ള കഴിവ്, പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവ്, ജന്തുക്കൾക്ക് ഈ ലോകത്ത് നടക്കാനുള്ള കഴിവ്, ലോകത്തുള്ള ഏത് വസ്തുക്കളും അള്ളാഹുവിൻ്റെ കുദറത്തിൻ്റെയും ഇറാദത്തിൻ്റെയും ഹിക്മത്തിൻ്റെയും തഹത്തിലാണ്. അപ്പൊ അള്ളാഹു എന്ന് പറയുന്ന ആ സത്ത അതിൻ്റെ മേൽ തജല്ലിയായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കൊന്നും എന്തുണ്ടാകുമായിരുന്നില്ല? അസ്തിത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമായിരുന്നില്ല. നമ്മളൊന്നും എന്തല്ല. അപ്പൊ ഞാൻ 1985 ജനിച്ച ആളാണ്. ഇനി ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യും? മരണപ്പെടും. 1984 ഞാനുണ്ടോ? ഇല്ല. ഞാനില്ലാത്തത് കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഞാൻ പോയാൽ ലോകത്തിന് വല്ലതും സംഭവിക്കും? അപ്പോഴും സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മുംകിനാണ്, മുംകിനുൽ വുജൂദാണ്. ഉണ്ടാവൽ നിർബന്ധമായ സാധനമല്ല. അല്ലാഹു തആല മാത്രമേ വാജിബുൽ വുജൂദുള്ളൂ. അപ്പൊ ഈ ലോകത്തിന് മൊത്തത്തിൽ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും എന്തില്ല? സ്വന്തമായി അസ്തിത്വമില്ല. അൽ കൗനു കുല്ലുഹു ളുൽമത്തുൻ, ഈ പ്രപഞ്ചം മുഴുവനും ഇരുട്ടാണ്, അന്ധകാരമാണ്. വ ഇന്നമാ അനാറഹു, ആ പ്രപഞ്ചത്തിനെ പ്രകാശിതമാക്കുന്നത് ളുഹൂറുൽ ഹഖ് ഫീഹി, അതിൽ ഹഖ് സുബ്ഹാനഹു വ തആല വെളിവാകുമ്പോൾ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ട്? ഇനി ശ്രദ്ധിച്ചോളി. ഫമൻ റഅൽ കൗന, ആരെങ്കിലും പ്രപഞ്ചത്തിനെ കണ്ടാൽ, വലം യഷ്ഹദുഹു, അതിനവൻ എന്ത് ചെയ്തില്ല? അള്ളാഹുവിനെ ദർശിച്ചില്ല. പ്രപഞ്ചത്തിലേക്ക് അവൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും അവൻ ആരെ തെരഞ്ഞിട്ട് കാണില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല? വലം യഷ്ഹദുഹു ഫീഹി, ആ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ അവൻ എന്ത് ചെയ്യുന്നില്ല? ദർശിക്കുന്നില്ല. പ്രപഞ്ചത്തിൽ എന്ന് മാത്രമല്ല, ഔ ഇൻദഹു, പ്രപഞ്ചത്തിനോട് കൂടെ അള്ളാഹുവിനെ ദർശിക്കുന്നില്ല. ഔ ഖബ്ലഹു, അല്ലെങ്കിൽ അതിന്റെ മുമ്പേ അള്ളാഹുവിനെ ദർശിക്കുന്നില്ല. ഔ ബഅദഹു, അല്ലെങ്കിൽ അതിന് ശേഷം അള്ളാഹു തആല എന്ത് ചെയ്യുന്നില്ല? ഒരാൾ ദർശിക്കുന്നില്ല എങ്കിൽ ഫഖദ് അഅവസഹു വുജൂദുൽ അൻവാർ,
ദിവ്യപ്രകാശത്തിന്റെ സാന്നിധ്യം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഈ ഷുഹൂദിന്റെ മഖാമ് 4 നിലക്കാണ്. ഞാൻ മുമ്പൊരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ഖബ്ലഹു, അതിന്റെ മുമ്പ് ഞാൻ ആരെ കണ്ടിട്ടല്ലാതെ? അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ബഅദഹു, അതിന് ശേഷം ഞാൻ ആരെ കണ്ടിട്ടല്ലാതെ? അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ മഅഹു, അതിനോട് കൂടെ ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ഫീഹി, അതിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടല്ലാതെ. അപ്പോ ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും ചിലപ്പോൾ അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ ദർശിക്കും. ഉദാഹരണം, നമ്മളൊരു പശുവിനെ കാണുകയാണ്. ആ പശുവിനെ കാണുന്നതിന്റെ മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? ആ പശു സൃഷ്ടിയാണ്. ആ സൃഷ്ടിനെ കാണുന്നതിന്റെ മുമ്പേ അതിൽ നമ്മൾ ആരെ കാണുന്നുണ്ട്? അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കാണുന്നുണ്ട്. അള്ളാഹു താല അതിന് കൊടുത്ത ഓരോ അവയവങ്ങളുടെയും ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണാം. അതിന്റെ മുമ്പ് നമ്മൾ കാണാം. അല്ലെങ്കിൽ ആ പശുവോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുക. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ആ പശുവിനെ കണ്ടതിന് ശേഷം നമ്മൾ അതിൽ ആരെ കാണുക? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുക. അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണും. ഇങ്ങനെ ഓരോ വസ്തുക്കളിലും എന്തുണ്ട്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഖുദ്റത്തും ഇറാദത്തും ഹിക്മത്തും ഇല്ലാതെ ലോകത്തൊരു വസ്തുവിനും ചലിക്കാൻ കഴിയില്ല. എല്ലാം നിശ്ചലമാണ്. ലോകത്തുള്ള സകല വസ്തുക്കളും നിശ്ചലമാണ്. അള്ളാഹു എന്ന് പറയുന്ന സത്ത അതിൽ പ്രകടമാകുമ്പോഴേ അതിന് സ്വന്തമായി ചലിക്കാനുള്ള കഴിവുള്ളൂ. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഫമൻ റഅൽ കൗന, ആരെങ്കിലും പ്രപഞ്ചത്തിനെ കണ്ടാൽ, എത്രത്തിൽ ലം യഷ്ഹദുഹു ഫീഹി, അതിലോൻ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിനെ ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനോട് കൂടെ അള്ളാഹുവിനെ ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് അള്ളാഹുവിനെ ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഔ ബഅദഹു, അതിനുശേഷം അള്ളാഹുവിനെ ദർശിച്ചിട്ടില്ല, എങ്കിൽ ഫഖദ് അഅവസഹു, നിശ്ചയം അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു വുജൂദുൽ അൻവാർ, ദിവ്യ പ്രകാശത്തിന്റെ സാന്നിധ്യം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, വഹുജിബത് അൻഹു, അവനെ തൊട്ട് മറയപ്പെട്ടു ശുമൂസുൽ മആരിഫി, അള്ളാഹുവിന്റെ ദിവ്യ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ മഅരിഫത്തിന്റെ ജ്യോതിർഗോളങ്ങൾ അവനെ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തടയപ്പെട്ടിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ട്? ബിസുഹ്ബിൽ ആസാർ, സൃഷ്ടികളാകുന്ന കാർമേഘങ്ങളെ കൊണ്ട്. സൃഷ്ടികളാകുന്ന കാർമേഘങ്ങളെ കൊണ്ട് സൂര്യനാകുന്ന അള്ളാഹുവിന്റെ മഅരിഫത്ത് അവനെ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മറയപ്പെട്ടിട്ടുണ്ട്. സൂര്യൻ എന്ന് പറയുന്ന സാധനത്തിനൊക്കെ പ്രകാശം ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും തർക്കല്ല. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, സൂര്യന്റെ ഒരു വെളിച്ചം പോലും കാണൂല. കാരണം എന്താ? ശക്തമായ കാർമേഘം അതിന് മറയിട്ടിട്ടുണ്ടാവും. എന്നതുപോലെ സൃഷ്ടികളോടുള്ള ബന്ധമാണ് അള്ളാഹുവിന്റെ മഅരിഫത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതിന് തൊട്ട് തടസ്സമായി നിൽക്കുന്നത്. മനസ്സിലാവുണ്ടോ? അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ 3 വിധമുണ്ട്. ഒന്ന്, അസ്മായിലൂടെ അള്ളാഹുവിന്റെ തജല്ലിയാത്തുണ്ട്, സിഫാത്തിലൂടെ അള്ളാഹുവിന്റെ തജല്ലിയാത്തുണ്ട്, ദാത്തിലൂടെയും അള്ളാഹുവിന്റെ തജല്ലിയാത്തുണ്ട്. ഇതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് ഞാൻ മറ്റു ചില ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അതിലൂടെ വ്യക്തമായിട്ട് ആ വിഷയങ്ങൾ പറയും. ഇതിലൂടെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അള്ളാഹു താല അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, വഖുൽ ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ. ജാ അൽ ഹഖു, അള്ളാഹുവാകുന്ന ദിവ്യ പ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോഴാണ് വസഹഖൽ ബാത്തിൽ, ബാത്തിലുകളൊക്കെ എന്ത് ചെയ്യാ? അള്ളാഹുവാകുന്ന ദിവ്യ പ്രകാശം ഉണ്ടല്ലോ, ഹക്ക് വരുമ്പോഴാണ് ബാത്തിലുകൾ തകരുക, ബാത്തിലുകൾ ഇല്ലാതെയായി പോവുക. അള്ളാഹു എന്ന് പറയുന്ന ദിവ്യപ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രൂഢമൂലമായി വരുമ്പോ മറ്റുള്ളതൊക്കെ നിറം മങ്ങി ഇല്ലാതെയായി പോകും. ഒരു മഹാൻ പറഞ്ഞില്ലേ, അള്ളാഹു എന്ന് പറയുന്ന ദിവ്യപ്രകാശം എന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്. സൂര്യൻ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെ നമ്മളെ എത്ര നല്ല ലൈറ്റുകൾ കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം? അതിന് വല്ല പ്രകാശം ഉണ്ടാവും? അതൊക്കെ ആ സൂര്യപ്രകാശത്തിന്റെ ആ ഒരു പൂർണിമയിൽ അതൊക്കെ ഇല്ലാതെയായി പോകും, അല്ലേ?
ശക്തമായ സൂര്യപ്രകാശത്തിന്റെ ചുവട്ടിൽ നമ്മൾ ഏത് വലിയ ലൈറ്റ് കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം? നമ്മളെ നാട്ടിലൊക്കെ ഫ്ലഡ് ലൈറ്റ് എന്ന ഒരു സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കളിയൊക്കെ ഉണ്ടാകലുണ്ട് രാത്രി അല്ലേ? അത് നല്ല പ്രകാശമായി തോന്നും. കാരണം എന്താ? സൂര്യനില്ലാത്തത് കൊണ്ടാണ്. സൂര്യൻ ഉണ്ടെങ്കിൽ അതിന് വല്ല പ്രകാശം ഉണ്ടാവുമോ? അതിന്റെ പ്രകാശം ആരെങ്കിലും നോക്കൂ, ആരെങ്കിലും കാണുമോ? അപ്പൊ അള്ളാഹുവാകുന്ന ദിവ്യപ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോ ലോകത്തുള്ള എല്ലാ പ്രകാശങ്ങളും അതിനൊന്നും പ്രകാശിക്കാനുള്ള കഴിവില്ല. അതൊക്കെ ശൂന്യമാണ്, അതിനൊന്നും കഴിവില്ല എന്ന് ഹൃദയം കൊണ്ട് തോന്നും. ഇതൊന്നും നമ്മൾ എന്തുകൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ശരീരം കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല, ഹൃദയം കൊണ്ടുമല്ല, ആത്മാവ് കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പൊരുൾ നമുക്ക് മനസ്സിലാകാം. അതിനൊക്കെ മഹാന്മാര് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി അള്ളാഹുവിൽ വിലയം പ്രാപിക്കണം. ഫയഫ്ന സുമ്മ യഫ്ന സുമ്മ യഫ്ന വകാന ഫനാഉഹു ഐനൽ ബഖായി. ആദ്യം നമ്മൾ അള്ളാഹുവിൽ അങ്ങോട്ട് നശിക്കണം. അള്ളാഹു എന്ന് പറയുന്ന പരമസത്തയിൽ നമ്മൾ വിലയം പ്രാപിക്കണം. ഒരു പ്രാവശ്യം പോലെ പിന്നെയും നശിക്കണം, പിന്നെയും നശിക്കണം. വകാന ഫനാഉഹു, ആ മൂന്നാമത്തെ വിലയം പ്രാപിക്കണം ഫനാ, അതാണ് ഐനൽ ബഖായി. പിന്നെ നിനക്കെന്നും ശേഷിപ്പാണ്, പിന്നെ നിനക്ക് മരണമില്ല. ഹയാത്തും ബഅദൽ മൗത്ത്, നീ മരിച്ചാലും എല്ലാ കാലത്തും നീ എന്ത് ചെയ്യും? ജീവിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അമ്പിയാക്കളും സ്വാലിഹീങ്ങളൊക്കെ ദുനിയാവിൽ എങ്ങനെ നിസ്കരിക്കുന്നുവോ അതുപോലെ അവർ ഖബറിലും നിസ്കരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിന്റെ 2 അധ്യായത്തിലും ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അവര് ഭൂമിയിൽ എങ്ങനെ നിസ്കരിക്കുന്നുവോ അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? ഖബറിൽ നിസ്കരിക്കുന്നു. ആര്? അമ്പിയാക്കളും സ്വാലിഹീങ്ങളാകുന്ന ആളുകളും. കാരണം എന്താ? ഹയാത്തും ബഅദൽ മൗത്ത്, മരിച്ചാലും അവർക്ക് എന്തില്ല? മരണമല്ല. അപ്പോ ഈ ലോകത്തുള്ള സകല വസ്തുക്കളിലും അള്ളാഹുവിനെ കാണുന്ന ഒരവസ്ഥയിലേക്ക് ഒരടിമ എത്തുമ്പോൾ ആദ്യം അവനക്ക് ഇതൊരു വെറും ഒരു എന്തായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ? ഒരു കസേരയായിട്ട് കാണും. എന്നാൽ ആ കസേരയുടെ പിന്നിൽ എത്രമാത്രം ആളുകളുടെ പ്രയത്നമുണ്ട്. മനസ്സിലാവുണ്ടോ? എത്രമാത്രം ആളുകളുടെ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. ഇതിലുള്ള ഓരോ അസംസ്കൃത വസ്തുക്കളും ഓരോ മനുഷ്യന്മാരുണ്ടാക്കണതാ. ആ മനുഷ്യന്മാരൊക്കെ മെമ്മറിയിലേക്ക് ഇത് ആരാ കൊടുക്കണത്? ഇങ്ങനെ ഉണ്ടാക്കിക്കോ, ഇങ്ങനെ ഉണ്ടാക്കിക്കോ. അള്ളാഹുവാണ്. ഓരോന്നിലും നമുക്ക് എന്തിനെ കാണാൻ കഴിയണം? അള്ളാഹുവിനെ കാണാൻ കഴിയണം. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങളുടെ തൈസീറുൽ വുസൂൽ എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ സമുദ്രത്തിലേക്ക് നോക്കൽ നിങ്ങൾക്ക് ഇബാദത്താണ്. കാരണം എന്താണ്? സമുദ്രം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇല്ലേ? സമുദ്രത്തിന്റെ തിരമാലകൾക്ക് ദിക്റില്ലേ? യാ ദായിം യാ ദായിം യാ ദായിം യാ ഹുദായിം എന്ന് പറയുന്ന ദിക്ർ ഏതിനൊക്കെയുണ്ട്? തിരമാലകൾക്ക് ദിക്റുണ്ട്. ഓരോ നമ്മൾ കൺകാഴ്ചയിൽ കാണുന്ന, നമ്മൾ ജീവനില്ല എന്ന് കരുതുന്ന ഓരോ സാധനങ്ങൾക്കും എന്തുണ്ട്? അള്ളാഹു തആല പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? ദിക്ർ സംവിധാനിച്ചിട്ടുണ്ട്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ഒരു വേള നടന്നു പോകുന്ന സമയത്ത് ഒരു മരം മുറിച്ചിട്ട് ഒരാളെ കണ്ടപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഈ മരം എന്നും അള്ളാഹു തആലക്ക് ദിക്ർ ചൊല്ലുന്ന മരമായിരുന്നു. അതുകൊണ്ട് ആ മരത്തിന്റെ ജോലി ഇനി മുതൽ നീ ഏറ്റെടുക്കണം. ഈ ലോകത്തുള്ള സകല വസ്തുക്കളും അള്ളാഹു തആലക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദിക്ർ ചെല്ലുന്നുണ്ട്. അതിലൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദിവ്യപ്രകാശങ്ങളുണ്ട്. അത് ഓരോ ആളുകളുടെ ഹൃദയത്തിന്റെ മഅരിഫത്തിന്റെ തോതനുസരിച്ചിട്ടാ കാണുക. നമ്മൾ കാണുന്നത് പോലെ അല്ല മമ്പ്രതങ്ങൾ കാണുക. നമ്മൾ കാണുന്നത് പോലെയല്ല അള്ളാന്റെ റസൂല് കാണുക. ഓരോ ആളുകളുടെയും ഹൃദയ കണ്ണുകൾക്കുള്ള പ്രകാശമുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാ കാണുക. കണ്ണ് തീരെ കാണാത്ത ആൾക്കാരുണ്ടാവും. ഓർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ചില ആളുകൾക്ക് ചെറിയ കാഴ്ച ഉണ്ടാവുള്ളൂ, ഓർക്ക് ആ രൂപത്തിലേ മനസ്സിലാവുള്ളൂ. ചില ആളുകൾക്ക് കുറച്ചൊക്കെ കാണാൻ കഴിയും, ചില ആളുകൾക്ക് നല്ലോണം കാണാൻ കഴിയും. എന്നതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾക്കനുസരിച്ചിട്ട് അവന്റെ ഹൃദയത്തിൽ എന്തുണ്ടാവുള്ളൂ? പ്രകാശം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അവനക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല നിങ്ങൾക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിങ്ങൾ ധാരാളം അമൽ ചെയ്യുമ്പോൾ ഇതുവരെ അറിയിച്ചു തരാത്ത കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു തആല നിങ്ങൾക്ക് തന്ന ഇൽമുണ്ടല്ലോ, ആ ഇൽമു കൊണ്ട് നിങ്ങൾ ജോലിയാകുമ്പോ നിങ്ങൾ അധ്വാനിക്കാതെ തന്നെ, ഇൽമ് എന്ന് പറയുന്നത് 2 നിലക്കുണ്ട്. കസ്ബിയായ ഇൽമുണ്ട്, ലദുന്നിയായ ഇൽമുണ്ട്. കസ്ബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഇൽമാണ്.
പഠിച്ചുണ്ടാക്കുന്ന ഇൽമ. ഒരുപാട് രാപ്പകലുകൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇൽമാണ് എന്ത്? കസ്ബിയായ ഇൽമ. ലദുന്നിയായ ഇൽമ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ ഹൃദയത്തിലേക്ക് ഇൽഖാ ചെയ്തു കൊടുക്കുന്ന, ഇട്ടുകൊടുക്കുന്ന ഇൽമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽമ പോലെ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമുകൾ മുഴുവൻ ലദുന്നിയായ ഇൽമുകളാണ്. അപ്പോ നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എവിടേക്ക് നോക്കിയാലും ആരെ കാണുള്ളൂ? അള്ളാനെ കാണുള്ളൂ. ഈ കുളത്തിലേക്ക് നോക്കുമ്പോ, കുളത്തിലെ മത്സ്യങ്ങളിലേക്ക് നോക്കുമ്പോ, അല്ലെങ്കിൽ വൃക്ഷത്തിലേക്ക് നോക്കുമ്പോ, താറാക്കൂട്ടങ്ങൾ നടന്നു പോകുന്ന താറാക്കൂട്ടങ്ങളിലേക്ക് നോക്കുമ്പോ, കോഴിക്കുഞ്ഞിലേക്ക് നോക്കുമ്പോ, എന്തിനും അള്ളാഹുവിന്റെ മഅരിഫത്ത് കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഒരഅബ്ദ് മാറണം. അപ്പൊ പതുക്കെ എന്ത് ചെയ്യും? അള്ളാഹു തആല അവന്റെ ഹൃദയത്തിൽ പതുക്കെ വെളിച്ചങ്ങനെ ഇട്ടുകൊടുക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റആ ഖൽബി റബ്ബി, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ കണ്ടു. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ കണ്ടു. ഇനി നമ്മൾ നന്നാവണം. നമ്മുടെ ഖൽബ് എന്ത് ചെയ്യണം? പൂർണ്ണമായി ശുദ്ധമാകണം. ഒരു മഹാൻ പാടി, മുദ് അറഫ്തുൽ ഇലാഹ ലം അറ ഗൈറൻ വകദൽ ഗൈറു ഇൻദനാ മംനൂ. മുദ് അറഫ്തുൽ ഇലാഹ, ഞാൻ അല്ലാഹുവിനെ അറിഞ്ഞത് മുതൽ, ലം അറ ഗൈറൻ, ഞാൻ മറ്റൊന്നിനെയും കണ്ടില്ല. ഞാൻ അല്ലാഹുവിനെ അറിഞ്ഞത് മുതൽ ഞാൻ മറ്റൊന്നിനെയും കണ്ടില്ല. വകദൽ ഗൈറു ഇൻദനാ മംനൂൻ, അല്ലാഹു അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്റെ അടുക്കൽ മംനൂ ആണ്. അതൊന്നും എന്നിലേക്ക് എന്ത് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സാവിയിലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു മഹാന്റെ ചരിത്രം പറഞ്ഞു. കുനൂസുൽ അഷ്റ എന്ന് പറയുന്ന കിതാബിൽ ഒരു സംഭവം. അതായത് മഅരിഫത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു മഹാൻ കഅബാലയം കാണാൻ വേണ്ടി പോയി. അപ്പോ ആ മഹാൻ പറഞ്ഞു, ഞാൻ എന്റെ കഅബയെ കണ്ടു, പക്ഷെ ആ കഅബയുടെ സിട്ടാവാകുന്ന അള്ളാഹുവിനെ ഞാൻ കണ്ടില്ല. ഞാൻ കഅബയെ കണ്ടു, ഞാൻ അള്ളാഹുവിനെ കണ്ടില്ല. മഅരിഫത്തിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് രണ്ടാമത് കാലെടുത്തു വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഅബയെയും കണ്ടു, കഅബയുടെ നാഥനെയും ഞാൻ കണ്ടു. മഅരിഫത്തിന്റെ ഉന്നതമായ തലത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഅബയെ കണ്ടില്ല, എന്റെ അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ കണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക, അതാണ് ഈ മഹാൻ ഈ ഒരൊറ്റ വാചകം കൊണ്ട് എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ നല്ലോണം അധ്വാനിക്കണം. നമ്മളെ ഖൽബിൽ നിന്ന് പറിച്ചെറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ ഇല്ലായ്മ ചെയ്യുകയും വേണം. എങ്കിൽ തീർച്ചയായിട്ടും ലോകത്തുള്ള ഓരോ വസ്തുക്കളിലും അള്ളാഹുവിന്റെ ദിവ്യ പ്രകാശം നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതിന്റെ ബാക്കിയാണ് മഹാൻ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.